പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന വിഷയം കംപ്ലീറ്റ് ആക്ടർ എന്നറിയപ്പെടുന്ന മോഹൻലാൽ വില്ലനായിട്ട് അഭിനയിച്ച സിനിമകളെക്കുറിച്ച്. ഇതിനു മുൻപ് ഞാൻ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ജയൻ ചേട്ടൻ വില്ലനായിട്ട് അഭിനയിച്ച കുറേ സിനിമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മോഹൻലാലിനെക്കുറിച്ച്. മോഹൻലാൽ സിനിമയിൽ ആദ്യം വന്നതിന് എല്ലാവർക്കും അറിയില്ലേ, വില്ലനായിട്ടാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. പക്ഷെ ജയൻ ചേട്ടൻ ആദ്യമായിട്ട് വന്നത് വില്ലനായിട്ടല്ല, ഒരു പാട്ടുകാരനായിട്ട്. പിന്നീട് വില്ലൻ കഥാപാത്രം ജയൻ ചേട്ടനെ തേടിയെത്തിയതാണ്. പക്ഷെ മോഹൻലാൽ അങ്ങനെയല്ല. മോഹൻലാൽ വന്നത് തന്നെ വില്ലനായിട്ടാണ്. മാത്രമല്ല, ജയൻ ചേട്ടനെ അന്ന് ആൻസം വില്ലെന്നായിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ മോഹൻലാലിനെ ആൻസം വില്ലെന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ടിട്ടില്ല. മോഹൻലാൽ വില്ലൻ എന്ന് പറഞ്ഞാൽ ക്രൂരനായ വില്ലൻ തന്നെ. അതായത് ടി ജി രവിനെയും പിന്നെ ബാലൻ കെ നായരെല്ലാം പോലത്തെ വില്ലൻ. പിന്നീട് മോഹൻലാൽ നായകനായിട്ട് മാറുന്നു ആരും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. എങ്ങനെയോ ഏതോ ഒരു പടത്തിൽ പിന്നെ നല്ല റോള് കിട്ടിയാലും അതിലും മോഹൻലാൽ രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ മോഹൻലാൽ വില്ലനായി തളച്ചിട്ട് ഗോവിന്ദൻ കുട്ടിനെയും ജോസ് പ്രകാശിനെല്ലാം പോലെ പണ്ടത്തെ കാലമെങ്കിലും അങ്ങനെ ആയിട്ടുണ്ടാവും. ഒരു 70കളിലന്ന് മോഹൻലാൽ വന്നിട്ടുണ്ടെങ്കിൽ ജോസ് പ്രകാശിൻ്റെയും ബാലൻ കെ നായരെല്ലാം കൂട്ടത്തിൽ തന്നെ പിന്നെ ഇപ്പം വയസ്സായിട്ടും ഉണ്ടാവില്ല. പക്ഷേ സിനിമ ഏകദേശം മാറിയ സമയത്താണ് മോഹൻലാൽ വന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള രൂപത്തിലുള്ള ആളെയും ക്രൂരനായ മുകളിലുള്ള ആളെല്ലാം നായകനായിട്ട് മാറി. എന്തിനധികം പറയുന്നു, ബാലൻ കെ നായർ വരെ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ടി ജി രവി നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കാലഘട്ടം വന്ന് പിന്നീട് പഴയകാല 70കളിലാണെങ്കിൽ ടി ജി രവിയും ബാലൻ കെ നായരും മോഹൻലാലൊന്നും ഒരിക്കലും നായകനാവില്ല. കാരണം അവരെ അന്നത്തെ ഷേപ്പും കാര്യം ഇതെല്ലാം നോക്കും വില്ലനായിട്ട് തന്നെ തളിച്ചിടും. അപ്പോൾ നമ്മൾക്ക് വില്ലനായിട്ടുള്ള കഥ പറയാം മോഹൻലാലിൻ്റെ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ശേഷം വരുന്നത് മോഹൻലാലിൻ്റെത് കാളിയമർദ്ദനം, ജെ വില്യംസിൻ്റെ, ശങ്കര നായകൻ. അതിൽ ഒരു പ്രതികാര കഥയാണ്. ശങ്കർ ഒരാളെ കൊല്ലുന്നതാണ്. ആദ്യം ലാലു അലക്സിനെ, പിന്നെ അങ്ങനെ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ മോഹൻലാലിന്. പിന്നെ അലോ മദ്രാസ് ഗേൾ, അതിൽ മോഹൻലാൽ വില്ലനാണ്. പിന്നെ മദ്രാസിലെ മോൻ, അതൊരു നടന്ന സംഭവമാണ്. ആ കഥ പിന്നീട് സിനിമയായി മാറിയതാണ്, ശശികുമാർ സിനിമയാക്കി. അതിൽ മെയിൻ വില്ലൻ രവീന്ദ്രനാണ്. അസിസ്റ്റൻ്റ് വില്ലനായിട്ടാണ് മോഹൻലാൽ. രവികുമാറിൻ്റെ തല്ലുകൊള്ളുന്ന സീനിൽ ക്ലൈമാക്സിൽ രവികുമാർ നല്ലതായി തല്ലിയിട്ട് മോഹൻലാലിനെ ചുമലിട്ടിട്ട് കൊണ്ടുപോകുക, അറസ്റ്റ് ചെയ്ത്. പിന്നെ അട്ടിമറി എന്ന് പറഞ്ഞ സിനിമ നസീർ സാറിൻ്റെ, അതിൽ മോഹൻലാൽ വില്ലനാണ്. നസീർ സാറിൻ്റെ കുറേ പടത്തിൽ വില്ലനായിട്ടുണ്ട്. പിന്നെ ഭൂകമ്പം എന്ന് പറഞ്ഞ ജോഷിയുടെ പടത്തിൽ നസീർ സാറിൻ്റെ വില്ലനായിട്ട്. പിന്നെ മറക്കില്ലൊരിക്കലും നസീർ സാറിൻ്റെ 600ാമത്തെ പടം, അതിലും പിന്നെ വില്ലനാണ്. തകില് കൊട്ടാൻ പറഞ്ഞു നസീർ സാറിൻ്റെ, അതിലും വില്ലനാണ്. പിന്നെ നസീർ സാറിൻ്റെ എൻ്റെ കഥ എന്ന് പറഞ്ഞ പടത്തിൽ അതിലും മോഹൻലാൽ വില്ലനാണ്. പിന്നെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറും ആക്ഷൻ സൂപ്പർ സ്റ്റാർ ജയൻ ചേട്ടൻ, നസീർ സാറും ജയൻ ചേട്ടനും രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച പടമാണ് സഞ്ജയ്. അതിൽ മെയിൻ വില്ലൻ മോഹൻലാലാണ്. പിന്നെ GK പള്ളി. അതിലൊക്കെ മോഹൻലാൽ ഒരിക്കലും നായകനായിട്ട് വരുമെന്ന് ആരും സങ്കല്പിക്കില്ല. അതിലുള്ള മോഹൻലാലിൻ്റെ ഫേസും പിന്നെ അഭിനയം എല്ലാം കണ്ട് വില്ലനായിട്ട് തളച്ചിടുന്ന എല്ലാവരും കരുതിയത്. പക്ഷേ ഈ പറഞ്ഞ പറ്റുന്ന ഒരാളെ ഭാഗ്യം വരുമ്പോൾ പിന്നെ നായകനായി മാറി. പിന്നെ തമ്പി കണ്ണന്താൻ ആദ്യമായി സംവിധാനം ചെയ്ത താവളം, അതിൽ സോമേട്ടനാണ് നായകൻ, മോഹൻലാൽ വില്ലനാണ്. പിന്നെ ഭദ്രൻ്റെ ചങ്ങാത്തം, അതിൽ മമ്മൂട്ടിയാണ് നായകൻ, മോഹൻലാൽ വില്ലൻ. പിന്നെ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, മമ്മൂട്ടിയാണ് നായകൻ. PG വിശ്വംഭരൻ്റെ പടമാണിത്, അത് മോഹൻലാൽ വില്ലൻ. പിന്നെ PG വിശ്വംഭരൻ്റെ പിന്നിലാവ് നിർത്തും, മമ്മൂട്ടി നായകൻ, മോഹൻലാൽ വില്ലൻ. പിന്നെ PK ജോസഫിൻ്റെ എന്തിനോ പൂക്കുന്ന പൂക്കൾ, അതിൽ പിന്നെ മമ്മൂട്ടിയാണ് നായകൻ, രതീഷ് സഹനടനും, മോഹൻലാൽ വില്ലനും. പിന്നെ ഒരു മുഖം പല മുഖം, അതിൽ രതീഷാണ് നായകൻ, മമ്മൂട്ടി ഗസ്റ്റ് റോളിലും മോഹൻലാൽ വില്ലനും. പിന്നെ ഊതിക്കാഴ്ച പൊന്നി PK ജോസഫിൻ്റെ, അതിൽ ശങ്കര നായകൻ, മമ്മൂട്ടി സഹനടനും, മോഹൻലാൽ വില്ലനും. പിന്നെ M മണിൻ്റെ കുയിലിനെ തേടി, അതിൽ മാസ്റ്റർ രഘുവാൻ നായകൻ, മോഹൻലാൽ വില്ലൻ. പിന്നെ സുകുമാരൻ്റെ ധ്രുവസംഗമത്തിൽ പിന്നെ മോഹൻലാൽ വില്ലൻ. അത് ജയൻ ചേട്ടൻ അഭിനയിക്കേണ്ട പടമായിരുന്നു. ജയൻ ചേട്ടൻ മരിച്ചാൽ അത് സുകുമാരനെ എടുത്ത്, അതിൽ മോഹൻലാൽ വില്ലൻ. പിന്നെ അഹിംസ അവിശേഷൻ്റെ, അത് സുകുമാരനും രതീഷും നായകന്മാർ, അതിൽ മമ്മൂട്ടി സഹനടൻ, മോഹൻലാൽ വില്ലൻ. പിന്നെ വേട്ട എന്ന് പറഞ്ഞൊരു മോഹൻ റൂബിൻ്റെ പടം, ഏപ്പടാന്ന്, അതിൽ രവീന്ദ്രനാണ് നായകൻ, മമ്മൂട്ടി സഹനടനും, മോഹൻലാൽ വില്ലനും. പിന്നെ അറബിക്കടൽ എന്ന് പറഞ്ഞിട്ട് ശശികുമാറിൻ്റെ പടം, അതിൽ മധു രതീഷാണ് നായകന്മാർ, മോഹൻലാൽ വില്ലൻ. പിന്നെ ധന്യ എന്ന് പറഞ്ഞിട്ട് ഫാസിലിൻ്റെ പൊട്ടിപ്പാളീസായ പടം, മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിന് ശേഷം വന്ന്, അതിൽ മോഹൻലാൽ വില്ലനാണ്. ശരത് ബാബു ആണ് നായകൻ തമിഴിൽ.
അത് പിന്നെ അതിലും വില്ലനാണ്. ഇങ്ങനെ ഇതൊക്കെ അന്നത്തെ കാലത്ത് മോഹൻലാൽ പിന്നെ വില്ലനായിട്ട് അഭിനയിച്ച പടമാണ്. പിന്നീട് മോഹൻലാൽ നായകനായിട്ട് മാറി. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് സോമേട്ടൻ വില്ലനായിട്ട് അഭിനയിച്ച ഒരു എപ്പിസോഡ് ചെയ്യാം. ഓക്കെ.